തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി ഡോക്ടർ മോഹൻദാസിന്റെ വെളിപ്പെടുത്തൽ തള്ളി അവയവദാന ഏജൻസിയായ കേസ് ഓട്ടോ മസ്തിഷ്ക മരണ നിർണയത്തിൽ നേരിട്ട് പങ്കാളിയല്ല. ഡോക്ടർമാരുടെ 4-അംഗ പാനലാണ് മസ്തിഷ്ക മരണം നിർണയിക്കുന്നത്. കേസ് ഓട്ടോ പരാജയമാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്നും കേസ് ഓട്ടോ പ്രതികരിച്ചു. ഷിജോ കുര്യന്റെ വിവരങ്ങൾ നൽകാൻ. ഷിജോ, എന്താണ് ഇവരുടെ വിശദീകരണം? ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗ മേധാവിയായിരുന്ന ഡോക്ടർ മോഹൻദാസ് കേസ് ഓട്ടോയ്ക്കെതിരെ ഗുരുതര ആരോപണവുമായിട്ട് സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് പങ്കുവച്ചത്. പിന്നീട് ഇത് വാർത്തയായതിനു പിന്നാലെ ഡോക്ടർ മോഹൻദാസ് ആ കുറിപ്പ് പിൻവലിക്കുകയും ചെയ്തിരുന്നു. ആ അവയവമാറ്റം, അതായത് മരണാനന്തര അവയവമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിനകത്ത് കേസ് ഓട്ടോ പൂർണ്ണ പരാജയമാണ് എന്നുള്ള തരത്തിലായിരുന്നു ഡോക്ടർ മോഹൻദാസിന്റെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ്. എന്നാൽ ഡോക്ടർ മോഹൻദാസ് പറഞ്ഞ കാര്യങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കേസ് ഓട്ടോ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. ആ വാർത്താക്കുറിപ്പിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേസ് ഓട്ടോ നേരിട്ട് മസ്തിഷ്ക മരണം നിർണ്ണയിക്കുന്നതിലോ അതിന്റെ ഐഡന്റിഫിക്കേഷനിലോ നേരിട്ട് പങ്കില്ല. എന്നാൽ ഈ പ്രക്രിയയുടെ നിയമപരവും ധാർമ്മികവുമായിട്ടുള്ള എല്ലാ വശങ്ങളും ഉറപ്പാക്കുന്നത് കേസ് ഓട്ടോയാണ്. അതുകൂടാതെ പൊതുജനങ്ങളിൽ അവയവദാനത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതും മെഡിക്കൽ പ്രൊഫഷണലുകൾക്ക് പരിശീലനം നൽകുന്നതും കേസ് ഓട്ടോ മുൻകൈ എടുക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വിശദീകരണമാണ് കേസ് ഓട്ടോ നൽകുന്നത്. അതല്ലാതെ ഇതിന്റെ പൂർണ്ണമായിട്ടുള്ള ചിത്രം അറിയാതെയാണ് ഡോക്ടർ മോഹൻദാസ് ഇത്തരത്തിലൊരു പരാമർശം അല്ലെങ്കിൽ ഇങ്ങനൊരു കുറിപ്പ് എഴുതിയിട്ടത് എന്നുള്ള ഒരു മറുപടിയാണ് കേസ് ഓട്ടോ ഡോക്ടർ മോഹൻദാസിന് നൽകുന്നത്. അവയവ വിന്യാസവും തുടർന്നുള്ള പ്രക്രിയയുമാണ് കേസ് ഓട്ടോയുടെ പ്രധാന ചുമതല. കേസ് ഓട്ടോ പരാജയമാണ് എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല എന്നുള്ള കാര്യങ്ങൾ കൂടി ഇപ്പോൾ കേസ് ഓട്ടോ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി, ഷിജോ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.